ന്യൂഡിറ്റി അതൊരു മോശപ്പെട്ട കാര്യമല്ല. തമിഴിൽ നിന്നാണ് ഗാന്ധിമതി ഇങ്ങോട്ട് വന്നത്. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ഡിഫറൻസ്? ഇവിടെ കുറച്ചുകൂടി ഓപ്പൺ ആയിട്ടൊക്കെ ചോദിച്ചു കളയും. തെറ്റോ കുറ്റമോ ഒന്നും അല്ലല്ലോ. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഇഷ്ടം, അല്ലെങ്കിൽ ഒരു ഡീസൻ്റ് ആയിട്ട് ഒരു നോ പറഞ്ഞു പോകാനുള്ള എല്ലാ സ്പേസും സിനിമയിലുണ്ട്. എൻ്റെ ഒരു ബോഡിയുടെ ഒരു കാണിക്കുന്ന ഒരു നല്ല ഒരു പിക്ചേഴ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നതും എനിക്ക് കുറച്ചുകൂടി എന്തെങ്കിലും ഒരു വരുമാന മാർഗം ഉണ്ടാകുന്നതായിട്ട് എനിക്ക് തോന്നുന്ന ഫോട്ടോസ്, വീഡിയോസ്, റീൽസ് ഒക്കെയാണ് ഞാൻ സബ്സ്ക്രിപ്ഷനിൽ ഇടുന്നത്. അല്ലാതെ അതിനകത്തുകൂടി വന്നിട്ട് ലൈവായിട്ട് മറ്റുള്ള എൻ്റർടൈൻമെൻറ്റ്സ് ഒക്കെ കിട്ടുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അങ്ങനെ ഈ പറയുന്ന വീഡിയോ കോളിങ്ങോ സെക്സ് ചാറ്റ്സോ ഒന്നും അല്ല എൻ്റെ കണ്ടൻറ്റ്. എൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് എൻ്റെ കുറച്ച് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്ന ഫോട്ടോസ്. അപ്പോൾ എവിടെ ഗ്ലാമർ ഉണ്ടോ അവിടെ ആൾക്കാർ തേടിപ്പോകും, അത് നമ്മുടെ ഫീൽഡിലോട്ട് വരികയും ചെയ്യും. ഒരു ഹാർഡ്ഷിപ്പ് ഉണ്ടായി, റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആവത്തില്ല എന്ന് തോന്നി, പിന്നെ ഒരു ചെറിയ സൂസൈഡ് അറ്റംപ്റ്റ് ഒക്കെ നടത്തി, അങ്ങനെ കളയാനുള്ളതല്ല ലൈഫ് എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് എക്സിറ്റായി. വി ഫോട്ട് എ ഡിവോഴ്സ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഡിവോഴ്സ് ആവുന്നതിന് മുന്നേ തന്നെ പുള്ളി കഴിഞ്ഞ വർഷം മരിച്ചു, കാർഡിയക് അറസ്റ്റായി. അതിന് തൊട്ടടുത്ത മാസം തന്നെ എൻ്റെ അമ്മയും മരിച്ചു. എൻ്റെ അമ്മയായിരുന്നു എനിക്കെല്ലാം സപ്പോർട്ടായിട്ട് നിന്ന ആൾ. ലിവ് ഇൻ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു ഒരു 3 വർഷത്തോളം. പുള്ളിക്കും കിഡ്നി ഡിസീസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഡിപ്രഷനിൽ പുള്ളിയും സൂസൈഡ് ചെയ്തായിരുന്നു. 3 മാസം കൊണ്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ലൈഫിൽ ഞങ്ങൾ 3 പേര് മാത്രമേ. എനിക്ക് 2 കുട്ടികളുണ്ട്. ആരുമില്ല എന്നുള്ള ഒരു തോന്നൽ ഭയങ്കരമാണ്. വീണ്ടും ഡിപ്രഷനിലോട്ട് പോകുന്ന ഒരു സ്റ്റേജായി. ചിരിച്ചുകൊണ്ട് പറയുമ്പോഴും സത്യം എനിക്കത് ഓരോ ദിവസവും കരഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. ഒരു നടി എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് എന്തും പറയാനുള്ള ലൈസൻസ് ഉള്ള ഒരാളാണെന്ന് പറഞ്ഞല്ലോ. കുറച്ച് വിഭാഗം പറയുന്നതെന്ന് വെച്ചാൽ അത് അവൾക്ക് വേറെ ഡയറക്ടറുമായിട്ട് എന്തൊക്കെയോ വിഷയങ്ങളുണ്ടായിരുന്നു, അങ്ങനെ അത് അറിഞ്ഞിട്ട് അയാൾ പോയി തോന്നി. സമൂഹം ചിലപ്പോൾ ഒട്ടും മനസാക്ഷിയില്ലാതെയാണ് പെരുമാറുന്നത്. ജസ്റ്റ് ഞാനൊരു നടിയായതുകൊണ്ട് മാത്രം എനിക്ക് നേരെ ഇത്രയൊക്കെ പറയാമോ? ഫോട്ടോസൊക്കെ കണ്ടുകൊണ്ട് വരുന്ന കമൻസൊക്കെ ഞാനും അവനും ഒരുമിച്ചിരുന്നാണ് വായിക്കുന്നത്. ഈവൻ എൻ്റെ മോള് ഇപ്പോൾ 11 years ആയി, ഒരുമിച്ചിരുന്ന് വായിക്കും. അവൻ ചിരിച്ചങ്ങ് തള്ളും. ബിക്കോസ് ഹീ നോസ് ഞാൻ എന്ത് ചെയ്തിട്ടായാലും അവരെ പോറ്റാനും വളർത്താനും ആണെന്നുള്ള ബോധം അവർക്കുണ്ട്. അത് മമ്മിയുടെ ജോലിയാണ്. അവൻ്റെ കൂട്ടുകാരൊക്കെ 1-2 പേര് ചോദിച്ചിട്ടുണ്ട്, എടാ നിൻ്റെ മമ്മിയുടെ ഫോട്ടോസ് കണ്ട് ഇതാണ് അടിപൊളിയാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ അവൻ പറഞ്ഞ മറുപടിയാണ് എനിക്ക് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളത്. അത് എൻ്റെ മമ്മിയുടെ ജോലിയാണ്. മമ്മി ജോലി ചെയ്യുന്നത് കൊണ്ടാണ് ഞങ്ങൾ ആഹാരം കഴിച്ചും പഠിച്ചും ജീവിക്കുന്നത്. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഗാന്ധിമതി സൗമ്യയാണ്. നമസ്കാരം. നമസ്കാരം. മോഡൽ, ഫാഷൻ ഡിസൈനർ, സിനിമ, സീരിയൽ നടി. ഞാൻ ഈ ഒരു പേര് ഗാന്ധിമതി എന്നുള്ളൊരു പേര് തന്നെ എനിക്കൊരു ഡിഫറൻറ്റ് ആണ്. അപ്പം ഞാൻ ഓർത്ത് ശരിക്കും ഈ നാട്ടുകാരി ആയിരിക്കത്തില്ല എന്ന്. അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇൻസ്റ്റയിലെ റീൽസ് കണ്ടപ്പോൾ ഒന്ന് സംസാരിച്ച് നോക്കാം, നല്ല രസമുണ്ട്, നല്ല ഫിഗറാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഒന്ന് ചോദിച്ചു നോക്കാമെന്ന് വെച്ചു. അങ്ങനെയാണ് ശരിക്കും നമ്മൾ ഇന്നിങ്ങനെ ഇരിക്കുന്നത്. അതെ. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു. എന്നോട് ഫസ്റ്റ് തന്നെ പറഞ്ഞത് ഈ നമ്മുടെ ചാനൽ സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നത് തന്നെ എന്തോ ഭയങ്കര വലിയൊരു മോശം കാര്യമായിട്ടാണ് ആളുകൾ കാണുന്നത്. എന്താ അങ്ങനെ ഒരു കാര്യമായിട്ട് പറയാൻ കാരണം ഇൻസ്റ്റയിലാണെങ്കിലും എല്ലാവരും പറയും ഗാന്ധിമതിയുടെ മറ്റ് ഫോട്ടോകൾക്കാണെങ്കിൽ ഗാന്ധിമതിയെക്കുറിച്ച് അറിയണമെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ചെയ്യണമെന്ന് പറയും. എന്താ ഗാന്ധിമതി അങ്ങനെ ഒരു കാറ്റഗറി നമ്മൾ പറയുമ്പോൾ ഇവിടെ ഒരു പൊതുവേ ഒരു ഇതുണ്ട്, നമ്മൾക്കൊരു അയ്യേ എന്നുള്ളൊരു ഭാവം മൊത്തത്തിലുണ്ട്. അതെന്താണ്? ഈ ഭാവം തുടങ്ങുന്നത് ഒരു പെണ്ണ് ആദ്യം അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഒരു പെണ്ണ് എന്ത് ചെയ്താലും അതിനൊരു അയ്യേ ഭാവം ഈ സൊസൈറ്റിയിലുണ്ട്. പ്രത്യേകിച്ച് ഒരു നടി എന്നൊരു കാറ്റഗറി വരുമ്പോൾ അവർ സമൂഹത്തിൻ്റെ മുമ്പിൽ എന്തും പറയാൻ ലൈസൻസ് ഉള്ള ഒരു വ്യക്തിയായിട്ട് മാറിക്കഴിഞ്ഞു. അതാണ്. അതെ, ഒരു പബ്ലിക് ഫിഗറായിട്ട്. പബ്ലിക് ഫിഗറാണ്. എന്ത് വിമർശനവും പറയാം, ഇല്ലാത്തത് പറയാം, ഉള്ളത് പറയാം, ഉണ്ടാക്കി പറയാം, എന്തും പറയാം. പിന്നെ ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാമിൽ അവരവരുടെ പ്രൊഫഷൻ അനുസരിച്ച് അവരവരുടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്കിൽസും കാറ്റഗറീസും കാണിക്കാനുള്ള അവരൊരു പേയ്മെൻറ്റ് വാങ്ങിച്ചുകൊണ്ട് കാണിക്കുന്ന ഒരു ഏർപ്പാടാണ് ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ യോഗ ടീച്ചറാണെങ്കിൽ അവർ ഒരു യോഗ ക്ലാസ് ആയിട്ട് അതിലെടുക്കാം. അതുപോലെ വിവിധ തരം മേഖലകളിലുള്ളവർക്ക് ആ സ്പെഷ്യലൈസേഷന് വേണ്ടി ഒരു ചെറിയ പൈസ ഈടാക്കിക്കൊണ്ട് അവർക്കത് ചെയ്യാനുള്ള ഒരു മേഖലയാണ് സബ്സ്ക്രിപ്ഷൻ. പക്ഷേ ഇത് ഒരു നടി ചെയ്യുമ്പോൾ അതിൻ്റെ കാറ്റഗറി വേറെയാകുന്നു. അതിലും മെയിൻ സ്ട്രീമിലുള്ള ഒരു നടി സബ്സ്ക്രിപ്ഷൻ ഇടുമ്പോഴും
കുറച്ച് ഞങ്ങളെപ്പോലെ ക്യാരക്ടർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ളവർ ഒരു സബ്സ്ക്രിപ്ഷൻ ഇടുമ്പോഴും രണ്ട് കാറ്റഗറിയാണ്. അപ്പം ഞാൻ എൻ്റെ സബ്സ്ക്രിപ്ഷനിൽ ഇടുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ മോഡലിങ്ങിൽ എടുക്കുന്ന കുറച്ച് ആർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ഒരു എൻ്റെ ഒരു ബോഡിയുടെ ഒരു ഇത് കാണിക്കുന്ന ഒരു നല്ല ഒരു പിക്ചേഴ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നതും, എന്നാൽ അത് പബ്ലിക്കിൽ പോസ്റ്റ് ചെയ്യുന്നതിനേക്കാളും എനിക്ക് കുറച്ചുകൂടി എന്തെങ്കിലും ഒരു വരുമാന മാർഗം ഉണ്ടാകുന്നതായിട്ട് എനിക്ക് തോന്നുന്ന ഫോട്ടോസ്, വീഡിയോസ്, റീൽസ് ഒക്കെയാണ് ഞാൻ സബ്സ്ക്രിപ്ഷനിൽ ഇടുന്നത്. അല്ലാതെ അതിനകത്തുകൂടി വന്നിട്ട് ലൈവായിട്ട് മറ്റുള്ള എൻ്റർടൈൻമെൻറ്റ്സ് ഒക്കെ കിട്ടുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അങ്ങനെ ഇത് അതിനു വേണ്ടി തന്നെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയവരാണെന്ന് പറയുന്നവരാരാണ്? ഒരു 390 രൂപ മുടക്കി ഒരു സബ്സ്ക്രിപ്ഷൻ ഒരു മാസത്തേക്ക് എടുക്കാൻ പറ്റാത്തവരും അല്ലെങ്കിൽ അതിനുള്ള മനസ്സില്ലാത്തവരുമാണ് ഇത് ഇങ്ങനെ പറഞ്ഞു പരത്തി നടക്കുക. ഒരു 390 രൂപ എടുത്ത് കയറി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്ത് ഞാൻ എന്ത് കണ്ടന്റാണ് ഇടുന്നത്. ഈ പറയുന്ന വീഡിയോ കോളിങ്ങോ സെക്സ് ചാറ്റ്സോ ഒന്നും അല്ല എൻ്റെ കണ്ടന്റ്. എൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് എൻ്റെ കുറച്ച് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്ന ഫോട്ടോസ്, ഇത്ര മാത്രമേ ഉള്ളൂ. ഫോട്ടോസ് ആൻഡ് റീൽസ് ആണ് ഞാൻ അതിനകത്ത് ഇടുന്നത്. എനിക്കൊന്ന് 2022-23 കാലഘട്ടത്തിൽ ഇങ്ങനെ ആദ്യം ഇങ്ങനെ വരുന്നത് സബ്സ്ക്രിപ്ഷൻ്റെ കാര്യം പറഞ്ഞു വരുന്നു, എക്സ്ക്ലൂസീവ് ഫോട്ടോ കാണുന്നതിന് മാത്രം അങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ ഏതോ ഒരു വലിയ നടി, ഇപ്പോൾ പറഞ്ഞ ഒരു വലിയൊരു നടിയെക്കുറിച്ചാണ്. അപ്പം നമ്മളൊക്കെ അയ്യോ അവരങ്ങനെ പോവും. അതായത് നമ്മളിങ്ങനെ ഞാൻ മുന്നേ നിന്നൊരു സ്ഥാപനത്തിലെ ടോക്കായിരുന്നു, അയ്യോ അവരങ്ങനെ പോവുമോ, അപ്പോൾ നമുക്ക് അവരുടെ കൂടെ ചായ കുടിക്കാൻ പോകാൻ പറ്റുമോ, അപ്പോൾ ഇതെടുത്താൽ പോകാൻ പറ്റുമോ, ഇങ്ങനെ സംശയങ്ങളാണ്. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ ഇൻസ്റ്റയിലാണ് ആളുകൾ ഇത് കൂടുതൽ പറയുന്നത്. സബ്സ്ക്രിപ്ഷൻ ചെയ്യുമെന്ന് പറയുമ്പോൾ ഈ പറയുന്ന കുറേ ആളുകൾ, ഞാൻ പറയുന്നത് മോശമായിട്ടൊന്നുമല്ല, ന്യൂഡിറ്റിയിൽ മറ്റേ 2 പീസിലൊക്കെ ഫോട്ടോ എടുത്തിട്ട് ഇതിൻ്റെ കൂടുതൽ വീഡിയോസ് കാണാൻ വരും എന്ന് പറയുന്നൊരിതുണ്ട്. അപ്പോൾ ഒരു പക്ഷേ അത് ഒരുപാട് പേര് കാണുന്നതുകൊണ്ടാവും നമ്മുടെ ഫീഡിലേക്കും വരുന്നു. പോപ്പുലർനെസ് ആണല്ലോ നമ്മുടെ ഫീഡിലേക്ക് വരുന്നത്. അങ്ങനെ വരുന്നതുകൊണ്ടാവാം നമ്മൾ ഇതിനെക്കുറിച്ച് ഇവരുടെ അത് മാത്രമല്ലേ വരുന്നുള്ളൂ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു കേക്ക് മേക്കറോ അല്ലെങ്കിൽ ഒരു യോഗ ടീച്ചറിൻ്റെ നമ്മൾ കാണുന്നില്ല, നമുക്ക് വരുന്നില്ല. അല്ല, നമ്മൾ എത്ര പേര് ഒരു കേക്ക് മേക്കറിനെയോ യോഗ ടീച്ചറിനെയോ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്? അതും കൂടി ഇല്ലേ. നമ്മൾ എന്ത് കാണാൻ ആഗ്രഹിക്കുന്നോ അതാണ് നമ്മുടെ ഫീലിൽ കയറി വരുന്നത്. അപ്പോൾ എവിടെ ഗ്ലാമർ ഉണ്ടോ അവിടെ ആൾക്കാർ തേടിപ്പോകും, അത് നമ്മുടെ ഫീൽഡിലോട്ട് വരികയും ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത്. പിന്നെ എന്ന് വെച്ചാൽ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഒരു ആർട്ടിനെ സംബന്ധിച്ച് ന്യൂഡിറ്റി അതൊരു മോശപ്പെട്ട കാര്യമല്ല. അത് ആർട്ട് കോളേജിൽ പഠിച്ചിറങ്ങിയ ഓരോ വ്യക്തിക്കും ന്യൂഡിറ്റിയുടെ ഒരു അർത്ഥം എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ അതിനെ കാണുന്ന കണ്ണുകളിലാണ് ഉള്ളത്. വ്യൂസ് ഡിഫറൻസ്, അതാണ് വിഷയം. അല്ലാതെ ന്യൂഡിറ്റിയിലല്ല വിഷയം. ആ ന്യൂഡിറ്റിനെ നിങ്ങളെങ്ങനെ കാണുന്നു എന്നുള്ളതാണ്, നമ്മളെങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ബാൻഡിറ്റ് ക്വീനിലെ സീമ ബിസ്വാസിന്റെ ന്യൂഡിറ്റീനെ ഒരിക്കലും നമ്മൾ ഇക്ലിയാക്കാൻ കാണാൻ പറ്റത്തില്ല. അത് കണ്ണീരോടെ അല്ലാതെ ആ ഒരു രംഗത്തെ കാണാൻ ഒരു മനുഷ്യൻ എന്ന ഒരു വ്യക്തിക്ക് പറ്റത്തില്ല. അപ്പോൾ ന്യൂഡിറ്റി അല്ല വിഷയം, അത് കാണുന്നത് എങ്ങനെയാണെന്നാണ്. അല്ല, ഈ കഴിഞ്ഞ ദിവസം അമല പോളിന്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു, പടത്തിന്റെ പേര് ഞാൻ പറഞ്ഞത്. അതിൽ ന്യൂഡായിട്ട് അഭിനയിക്കുന്ന ഒരു രംഗം, ആടെ അതിൽ ഒരു രംഗമുണ്ട്. അന്നേരം തന്നെ പറഞ്ഞു, അന്ന് ആ ക്യാമറമാർ 15 പേരെ ഭർത്താവായിട്ട് ചിന്തിച്ചിട്ടാണ് അവരത് ചെയ്തതെന്ന് പറയുന്നുണ്ട്. അതായത് പ്രൊഫഷനാണ് ആവശ്യപ്പെടുന്നത്, അവരുടെ അതിൽ പെർഫെക്ഷൻ ആണ്. അതവർ തീർച്ചയായിട്ടും ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അവർക്ക് അത് കൊടുത്തേ പറ്റുള്ളൂ. അപ്പം ഗാന്ധിമതിയെ കുറിച്ച് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കേൾക്കുന്നത് ഇത്രയും നാളുകൾക്ക് ശേഷമാണ്. ശരി, ഗാന്ധിമതിയെ കുറിച്ച് ഒന്ന് പറ. എങ്ങനെ സിനിമ സീരിയലിൽ ഇപ്പോൾ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കണമെങ്കിൽ തന്നെ നല്ല പാടാണ്. എങ്ങനെയാണ് ഇവിടം വരെ എത്തിയത്? ഞാൻ ട്രിവാൻഡ്രമാണ് എൻ്റെ ഒറിജിൻ. പക്ഷെ ഞാൻ പഠിച്ച് വളർന്നതൊക്കെ ചെന്നൈയിലായിരുന്നു. കാരണം പപ്പ സിനി ഫീൽഡിൽ ഒരു ടെക്നീഷ്യൻ ആയിരുന്നു. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് സിനിമ ഫീൽഡുമായിട്ടുള്ള ബന്ധം. വളരെ യാദർശികമായിട്ട് ഞാനൊരു 14 വയസ്സിലൊക്കെ മോഡലിംഗ് ഫീൽഡിൽ വന്നു. ഓക്കെ. സോ ഒരു സാരി മോഡലിന് ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ പപ്പയുടെ ഫ്രണ്ട് ക്യാമറമാൻ ഒരാൾ വീട്ടിൽ വന്ന് കണ്ടിട്ട് ഒരു ഫിഗറൊക്കെ കൊള്ളാം, ഒരു സാരി മോഡലിങ്ങിന് പറ്റിയ ഫിഗറാണ് എന്ന് പറഞ്ഞ് എന്നെ മോഡലിങ്ങിലോട്ട് വിളിച്ചുകൊണ്ട് പോയി. പിന്നെ അത് ഒരു 15ാമത്തെ വയസ്സിലെ ഡയറക്ടർ ചേരൻ, തമിഴിലെ ഒരു പ്രശസ്ത പുള്ളിയുടെ ഒരു ഫിലിമിലാണ് ഞാൻ, ദേശീയ ഗീതം എന്ന് പറയുന്ന ഫിലിമിലാണ് ഒരു ക്യാരക്ടർ ആർട്ടിസ്റ്റായിട്ട് ഞാൻ എൻറ്റർ ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം കുറച്ച് സിനിമകൾ ചെയ്തു. അതിൽ പറയപ്പെടുന്ന ഫിലിം എന്ന് പറഞ്ഞാൽ ഇവിടെ വിജയ് അഭിനയിച്ച തിരുപ്പാച്ചി ഫിലിം. അതിനകത്ത് ഒരു ഹെയർ കട്ട് ചെയ്യുന്ന ഒരു സീനിലാണ് എന്നെ എല്ലാവരും അറിയുന്നത്.
പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോഴും പറയുമ്പോഴാണ് അയ്യോ അതായത് അത് ആ സീൻ ഭയങ്കര ഇതായിട്ട് എടുത്താണ്. ആ കരഞ്ഞു വരുന്ന ഒരാള് എന്റെ മുടി ഇത്രയും കട്ട് ചെയ്തല്ലോ ആ പെണ്ണ്, അതായത് ആ മുടി ഭയങ്കരമായിട്ടും കുലുക്കി കുലുക്കി പെണ്ണാണ് ഞാൻ. അല്ല പറയുമ്പോ എല്ലാവർക്കും ആ സീൻ ഓർമ്മ വരും, പക്ഷെ ഇത് ഞാനാണ് രജിസ്റ്റർ ആയിട്ടില്ല. അതെ. അപ്പൊ നമ്മള് രജിസ്റ്റർ ചെയ്യാനുള്ള ഓട്ടത്തിലാണ് ഈ ഇത്രയും വയസ്സ് വരെയും. 15 തുടങ്ങി ഇപ്പൊ എനിക്ക് 41 വയസ്സായി. ഈ വയസ്സ് വരെയും എവിടെയെങ്കിലും ഒരു രജിസ്ട്രേഷൻ കിട്ടാനുള്ള ഓട്ടമാണ്. എനിക്ക് തോന്നുന്നു ഭയങ്കര പ്രശസ്ത നടിയൊക്കെ ആണെങ്കിൽ 25th ആനിവേഴ്സറി ഒക്കെ നമ്മള് ഭയങ്കരമായിട്ട് ചെയ്യാനുള്ള ഒരു സംഭവമാണ്. ജോജു ജോർജ് അല്ലേ മലയാളത്തില്, പുള്ളിക്കാരൻ 14 വർഷം ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടൊക്കെ നിന്നിട്ടാണ് വലിയ ആർട്ടിസ്റ്റ് ആയതെന്നുള്ള കഥ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിൽ തോന്നാറുണ്ട്, സാരമില്ല 25 വർഷം ആയിട്ടേ ഇനിയും ചാൻസ് ഇനിയും സമയമുണ്ടെന്ന്. അല്ല അത് ശരിക്കും ഈ പറയുന്ന പോലെ ക്യാരക്ടർ റോള് കിട്ടുന്നത് അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് നിൽക്കുന്നവർക്ക് അത്രയും പാഷൻ ഉള്ളതുകൊണ്ടാണ് 14-25 വർഷം നമ്മളിങ്ങനെ ഇതിനെ ഫോളോ ചെയ്യുന്നത്. നമുക്ക് ഈ പാഷനിൽ എന്തെങ്കിലും എത്തണമെന്നല്ല. നല്ല ഇപ്പൊ തന്നെ ഇത് പറഞ്ഞപ്പോൾ ആ ക്യാരക്ടർ ഭയങ്കര രജിസ്റ്റർഡ് ആണ്, മനസ്സിലാവും. ഗാന്ധിമതി എന്ന് പറയുമ്പോഴാണ് ഞാൻ വണ്ടടിക്കുന്നത്. മേ ബി എൻ്റെ ക്യാമറമാൻ വണ്ടടിച്ചിട്ടുണ്ടോ? കാരണം നമ്മൾക്ക് ആ ക്യാരക്ടർ അറിയാം. അതാണ് ഞാൻ പറഞ്ഞ നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ കാലങ്ങളെടുക്കും നമുക്കൊന്ന് രജിസ്റ്റർ ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. പിന്നീട് ഇങ്ങോട്ട് കുറേ തമിഴ് സീരിയൽ, ഒരു 60-70 തമിഴ് സീരിയൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മലയാളത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്ന അളിയൻ വേഴ്സസ് അളിയൻസ് ആ സീരിയൽ ഈ അല്ല ഇതില് കൗമുദിയില്, അതിനകത്ത് ഒരു തമിഴ് ക്യാരക്ടറാണ് ഞാൻ ചെയ്തത്, പാൽക്കാരി മുത്തുമണി എന്നുള്ള ക്യാരക്ടർ. എൻ്റെ ഈ ഒരു തമിഴ് ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ട് ആൾക്കാർ മിക്കവാറും വിചാരിക്കും ഞാൻ തമിഴാണെന്ന്. പക്ഷെ ഞാൻ തമിഴല്ല, ഒറിജിനലി മലയാളിയാണ്. പിന്നെ കുറെ കൂടുതൽ വർഷങ്ങൾ ഞാൻ ചെന്നൈയിലായിരുന്നുകൊണ്ട് അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ സൂര്യ ടിവിയിൽ സ്വന്തം സുജാത, അതിനകത്ത് ASI എൽസമ്മ എന്നൊരു ക്യാരക്ടർ സീരിയൽ കഴിഞ്ഞിട്ട് ഇന്ന് 3 വർഷം കഴിഞ്ഞു. എന്നിട്ടും ആൾക്കാർ ആ ക്യാരക്ടർ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് എൻ്റെ ഒരു വലിയ വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ മലയാളത്തില് VK പ്രകാശ് സാറിന്റെ ലൈവ് ഫിലിം, സാജിദ് യാഹിയുടെ ഖൽബ് അതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഞാൻ മിക്കതിലും പോലീസുകാരിയായിട്ടാണ് ചെയ്യുന്നത്. ഫിഗർ യൂണിഫോം ഇട്ടാ മാത്രം മതി. കട്ടപ്പനയിലെ ഹൃത്തിക് റോഷനകത്ത് പറഞ്ഞു, നീ സ്ഥിരം പോലീസാണല്ലേ? അതെ, സ്ഥിരം പോലീസാണ്. അപ്പം മറ്റേ നീ സ്ഥിരം നിറച്ച് ഏതെങ്കിലും ഒരു ക്യാരക്ടറുള്ള ചെയ്താലായി, അമ്മയോ ചേച്ചിയോ അങ്ങനെയൊക്കെ ചെയ്താലായി. പക്ഷെ ഇപ്പൊ ഉണ്ടല്ലോ ഒരുപാട് പേർക്ക് മലയാള സിനിമ പുതുമുഖങ്ങളെ വല്ലാണ്ട് തേടുന്നുണ്ട്. ഗാന്ധിമതി അതിനൊന്നും ട്രൈ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ആരും അങ്ങനെ സമീപിച്ചിട്ടില്ല, അല്ലെങ്കിൽ എങ്കിലും മലയാളത്തിൽ വന്ന കുറച്ചുകൂടെ ഒരു നമ്മളെ അറിയപ്പെടും എന്നുള്ളൊരു തോന്നലുണ്ടായിട്ടില്ലേ? തോന്നലുണ്ട്, ആഗ്രഹമുണ്ട്. കാര്യം ഇതെൻ്റെ ജന്മനാടാണ്. അപ്പോൾ പേയ്മെൻറ്റ് കുറവാണ്, അങ്ങനെ ട്രീറ്റ് ചെയ്യത്തില്ല, ഇതൊക്കെ ആൾക്കാർ പറയുമെങ്കിലും എനിക്ക് മലയാളം ഫീൽഡിൽ നിൽക്കണമെന്നാണ് ആഗ്രഹം. ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ കോണ്ടാക്ട്സ് ആണല്ലോ വിഷയം. അത് അത്ര പെട്ടെന്ന് ഒരു എൻട്രി ഒന്നും കിട്ടുന്നില്ല. ട്രൈ ചെയ്യുന്നുണ്ട്, നോക്കാം. എവിടെ നിങ്ങൾ സിനിമാക്കാരിങ്ങനെ പറയുമ്പോഴേ ഒന്നുമല്ലാതെ ഞങ്ങൾ നിങ്ങൾക്ക് സംവരം ഇട്ട് ട്രൈ ചെയ്ത് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര അത്ഭുതമാണ്. അല്ല, അതിനകത്ത് കുറേ ഘടകങ്ങളുണ്ട്. ഇപ്പോൾ ലൈക്ക് സിനിമയിലൊരു ഗോഡ് ഫാദർ അങ്ങനെയൊക്കെ ഒരു ഫിഗർ ഇല്ലെങ്കിൽ നമുക്ക് എൻട്രി കിട്ടുന്നത് വളരെ പാടാണ്. ഇപ്പം നമുക്കങ്ങനെ ഒരു ഗോഡ് ഫാദർ ഫിഗർ ഇല്ല, പ്രൊഡ്യൂസർ ആകാനുള്ള കെൽപ്പൊന്നും ഇല്ല. അഭിനയിക്കാൻ അറിയാം, അത് അത്രയേ ഉള്ളൂ. അത്രയും മാത്രമേ എനിക്ക് ടാലൻ്റ് ആയിട്ടുള്ളൂ. അത് വെച്ചിട്ട് ടാലൻ്റ് വെച്ചിട്ട് കിട്ടുന്നത് അല്പം പാടാണ്. അല്ല, ഇപ്പൊ തന്നെ സിനിമയിൽ തന്നെ ഒരുപാട് സ്ത്രീ സംഘടന, ഒരുപാടല്ല, WCC അല്ലെങ്കിൽ അമ്മയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇല്ല, അത് 3 ലക്ഷം രൂപ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് അത്ര വരുമാനമൊന്നും, ഒരു കാർഡ് എടുത്തിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതിനൊരു ഗ്യാരണ്ടിയും ഇല്ലല്ലോ. ഓക്കെ. അല്ല, അപ്പൊ ഇങ്ങനെ ഇപ്പം എവിടെയെങ്കിലും ഇങ്ങനെ ചാൻസ് ചോദിച്ച് ചെന്നിട്ടുണ്ടോ മലയാളത്തിൽ ഇങ്ങനെ? അല്ലെങ്കിൽ ഇപ്പം എനിക്ക് ഭയങ്കര അത്ഭുതമാവുന്നു, 25 വർഷവും നമ്മൾ ട്രൈ ചെയ്യാതിരുന്നിട്ടാണ് എനിക്ക് ഈ അവസരങ്ങളൊക്കെ കിട്ടാത്തത് എന്നൊരു ഫീൽ തോന്നി? ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ കുറെ കാസ്റ്റിംഗ് കോൾസ്, ഓഡീഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ വെറും ഫേക്കാണ്. ലെറ്റ് മീ ടെൽ യു വൺ തിങ് വെരി ക്ലിയർലി, വെറും ഫേക്കാണ്. എനിക്ക് തോന്നുന്നു ഒരു 100-ൽ 1 സിനിമയെങ്കിലും ഓഡീഷൻ നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാണുന്ന എല്ലാ ഓഡീഷൻസും ഫേക്കാണ്. ബിക്കോസ് അവർ ഓൾറെഡി ഫിക്സ് ചെയ്തിട്ട് ചുമ്മാ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് റേഞ്ചിന് എടുക്കാനായിട്ട്
വെറുതെ ആൾക്കാരെ വിളിച്ചു വരുത്തി. അതിനെന്തിനാ, ജൂനിയർ ആർട്ടിസ്റ്റ് എന്നുള്ള സംഘടനയുണ്ട്, അവിടെ ഈ പൈസ അടച്ച് കാർഡ് എടുത്ത് കാത്തിരിക്കുന്ന കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. അവർക്ക് ആ വർക്ക് കൊടുത്താൽ പോരെ, എന്തിനാ ഒരു പബ്ലിക് ക്രൗഡിനെ വിളിച്ചു വരുത്തി വെറുതെ ഒരു കോമാളി വേഷം കെട്ടിക്കുന്നതെന്നാണ് ഞാനും ചിന്തിക്കുന്നത്. സിനിമ എങ്ങോട്ടാണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പം ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്? യെസ് യെസ്. ഇത്രയും കൃത്യമായിട്ട് പറയാൻ അതിപ്പം നമ്മളും ഇങ്ങനെ ഒരുപാട് പേരുടെ ഇങ്ങനെ ഓഡീഷൻസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നിങ്ങൾ പറയുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാം, അങ്ങനെയാണല്ലേ, നമുക്ക് ആ സിനിമയിലെ അങ്ങനെ ഉള്ളുകളികളോ കള്ളങ്ങളോ അറിയില്ലല്ലോ. അറിയില്ല, പബ്ലിക്കിന് അങ്ങനെ അറിയില്ല. നമ്മൾ പബ്ലിക്കായിട്ട് തന്നെ അകത്ത് പോകുമ്പോഴാണ് നമുക്കും മനസ്സിലാവുന്നത് സിനിമ എത്രത്തോളം മാറിയിട്ടുണ്ടെന്നുള്ളത്. മനസ്സിലായോ? പണ്ട് ഒരു കമ്പനിയുണ്ട്, ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ആ ഡയറക്ടർ അല്ലെങ്കിൽ ആ പ്രൊഡക്ഷൻ ഹൗസിന് ഒരു ഫിസിക്കലായിട്ട് ഒരു കമ്പനി, ഒരു ഓഫീസുണ്ട്. ആ ഓഫീസിലോട്ട് പോവാം. ഒരു ദിവസം നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ട് ഇന്ന് ഞാൻ 5 ഓഫീസിൽ പോയി അവസരം തേടിയിരിക്കും എന്ന് പറഞ്ഞ് പണ്ടത്തെ സിനിമ അങ്ങനെയാണ്. ഞാൻ എൻട്രി ചെയ്ത കാലത്ത് എല്ലാ കോടമ്പാക്കത്തും അവിടെ ഇവിടെയൊക്കെ ഉള്ള എല്ലാ ഓഫീസിലും പോകും. ഒരു മാസം നമ്മൾ റെഗുലറായിട്ട് അങ്ങനെ പോകുമ്പോൾ നമ്മളൊരു 100 ഓഫീസിൽ പോകും. 100 ഓഫീസിൽ ഒരു 3 ഓഫീസിൽ നിന്ന് നമുക്ക് കോൾ ഫോർ വരും. ഇങ്ങനെ ഒരു ക്യാരക്ടറുണ്ട്, ഫോട്ടോയ്ക്ക് പിറകെ നമ്മൾ നമ്പർ എഴുതി കൊടുത്തിട്ട് വരും. അതായിരുന്നു പ്രൊസീജിയർ. ആ പ്രൊസീജിയർ എത്രയോ ഭേദമെന്നേ ഞാൻ പറയുള്ളൂ. ഇന്നത്തെ മിക്ക ഫിലിമിനും ഫിസിക്കൽ ഓഫീസില്ല. എന്നാൽ ഇവരെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതുമില്ല. ആരും തിരിഞ്ഞു പോലും നോക്കത്തില്ല മെസ്സഞ്ചറിലൊന്നും. പിന്നെന്ന് വെച്ചാൽ കുറച്ച് കാസ്റ്റിംഗ് ഏജൻസ് ഉണ്ട്. കാസ്റ്റിംഗ് അവര് പക്ഷെ എല്ലാവരും ജെന്യൂനുമല്ല. അവർ സിനിമക്കാർ ചോദിക്കാത്ത പല ചോദ്യങ്ങളുമാണ് അവർ നമ്മളോട് ചോദിക്കുന്നത്. പിന്നെ നമ്മുടെ ഒരു പ്രൊഫൈൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു ആർട്ടിസ്റ്റ് ഏത് എമോഷൻസും എമോട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതിന് നമ്മൾ ഓൾറെഡി എത്രയോ പ്രൊഫൈൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ സീരിയൽ ചെയ്തിട്ടുണ്ട്, സിനിമ ചെയ്തിട്ടുണ്ട്. പിന്നെ അവരൊരു ഓഡിഷൻ, നമുക്കൊരു സീൻ അയച്ചു തന്നാൽ അത് നമ്മൾക്ക് ഓൺലൈനായിട്ട് ഓഡിഷൻ കൊടുക്കാൻ പറ്റും. ഇതെല്ലാം കഴിഞ്ഞിട്ടും ജഡ്ജ് ചെയ്യാൻ പറ്റാത്തത് ഡയറക്ടറിൻ്റെ പ്രശ്നമാണോ അല്ല കാസ്റ്റിംഗ് ഡയറക്ടറിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. അപ്പം ഈ ഗാന്ധിമതി എന്നുള്ളൊരു പേരിന് തന്നെ ഒരു പ്രത്യേകതയാണ്. അതെന്താ അങ്ങനെ ഒരു പേര്? അല്ല, അത് തമിഴ്നാട്ടിൽ വളരെ ഒരു കോമൺ നെയിമാണ്. ഗാന്ധിമതി എന്ന് പറയുന്ന ഒരു വെറ്ററൻ ആക്ട്രസ് ഉണ്ടായിരുന്നു. ഭാരതരാജ സിനിമയിലൊക്കെ അഭിനയിച്ച ഒരു വലിയൊരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതൊരു തമിഴ്നാട്ടിലെ ഒരു ഒറിജിൻ നെയിമാണ്. പിന്നെ കേരളത്തിൽ അതൊരു പുതിയ പേരായില്ല, ഞാൻ വളരെ റെയർ നെയിമാണ്. അപ്പോൾ പലരും പറഞ്ഞു ഇതൊരു കേൾക്കുമ്പോൾ ഒരു സുഖമില്ല, ഒരു പഴയ പേര് പോലെയൊക്കെ തോന്നുന്നു. പഴയതാണേലും പുതിയതാണേലും ഐഡന്റിറ്റി ആണല്ലോ, ഒരു വെറൈറ്റിയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എൻ്റെ പേരാണ്, അതിനകത്തിട്ട് മാറ്റിക്കളിച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ലെറ്റ് ഇറ്റ് ബി, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഇപ്പൊ ഈ തമിഴ്നാട്ടിൽ നിന്ന് പിന്നെ ഇങ്ങോട്ട് കേരളത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തതാണോ അതോ ആഫ്റ്റർ മാരേജ് എങ്ങനെയായിരുന്നു? പിന്നെ കേരളത്തിൽ ഇപ്പോഴും തമിഴ്നാട്ടിൽ തന്നെയാണ്? ഇല്ല, ആക്ച്വലി ആഫ്റ്റർ മൈ ബ്രേക്കപ്പ്, ഫസ്റ്റ് മാരേജിൻ്റെ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞപ്പോഴാണ് ഞാനിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. അവിടെ പിന്നെ നിൽക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നു. ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു സൂസൈഡിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമായിരുന്നു. മാരേജ്. അപ്പോൾ കല്യാണം കഴിച്ചത് തമിഴ് അവിടെ തന്നെയാണ്, ഹാഫ് മലയാളിയായിരുന്നു. അപ്പോൾ ഒരു ഹാർഡ്ഷിപ്പ് ഉണ്ടായി, റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആവത്തില്ല എന്ന് തോന്നി. പിന്നെ ഒരു ചെറിയൊരു സൂസൈഡ് അറ്റംപ്റ്റ് ഒക്കെ നടത്തി. അങ്ങനെ കളയാനുള്ളതല്ല ലൈഫ് എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് എക്സിറ്റായി. വി ഫോട്ട് എ ഡിവോഴ്സ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഡിവോഴ്സ് ആവുന്നതിന് മുന്നേ തന്നെ പുള്ളി കഴിഞ്ഞ വർഷം മരിച്ചു, കാർഡിയക് അറസ്റ്റായി മരിച്ചു. പിന്നെ അതിന് തൊട്ടടുത്ത മാസം തന്നെ എൻ്റെ അമ്മയും മരിച്ചു. എൻ്റെ അമ്മയായിരുന്നു എനിക്കെല്ലാം സപ്പോർട്ടായിട്ട് നിന്ന ആള് ചെറുപ്പം തൊട്ടേ. എൻ്റെ മോറൽ സപ്പോർട്ട് അമ്മയായിരുന്നു. ഒറ്റ മോളാണോ? അമ്മ നഷ്ടപ്പെട്ടു. പിന്നെ പപ്പ പണ്ടേ മരിച്ചു. അങ്ങനെ പിന്നെ ഒരു ലിവ് ഇൻ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു ഒരു 3 വർഷത്തോളം. പുള്ളിക്കും കിഡ്നി ഡിസീസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഡിപ്രഷനിൽ പുള്ളിയും സൂസൈഡ് ചെയ്തായിരുന്നു കഴിഞ്ഞ ഒക്ടോബറിൽ. സോ ദാറ്റ് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ 3 മാസം കൊണ്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ലൈഫിൽ ഞങ്ങൾ 3 പേര് മാത്രമേ. എനിക്ക് 2 കുട്ടികളുണ്ട്. ഇപ്പോൾ മോൻ 10th മോള് 6th. ഒരു ഇൻസെക്യൂരിറ്റി വന്നു ലൈഫിൽ. ആരുമില്ല എന്നുള്ള ഒരു തോന്നൽ ഭയങ്കരമാണ്. വീണ്ടും ഡിപ്രഷനിലോട്ട് പോകുന്ന ഒരു സ്റ്റേജായി. അങ്ങനെ അത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇല്ല എന്നുള്ള ഒരു തോന്നൽ വരുന്നതെന്ന് വെച്ചാൽ ഈ എല്ലാ വർഷവും ഇൻഷുറൻസ് പുതുക്കണമല്ലോ, ഹെൽത്ത് ഇൻഷുറൻസ്, ടേം ഇൻഷുറൻസ്, കാറ്.
ഇത് ഇൻഷുറൻസ് പുതുക്കുമ്പോൾ നോമിനി വെക്കണം. നോമിനി 18 തന്നെ അബവ് ആയിരിക്കണം. ഇപ്പം മൈനർ ചൈൽഡാണ്, എനിക്ക് 2 പേരും മൈനേഴ്സാണ്. ഈ നോമിനി ആരെ വെക്കും? ചിരിച്ചുകൊണ്ട് പറയുമ്പോഴും സത്യം എനിക്കത് ഓരോ ദിവസവും കരഞ്ഞോണ്ടാണ് ഇരിക്കുന്നത്. അല്ല, അത് പറയുമ്പോൾ പോലും എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം നമുക്ക് ആരുമില്ല. നമ്മൾ പലപ്പോഴും ഇങ്ങനെ മിക്കപ്പോഴും ഇങ്ങനെ ഓരോ ഹോസ്പിറ്റലുകളിൽ പോകുമ്പോൾ നമ്മളോട് പറയും ഇഞ്ചക്ഷൻ എടുക്കാൻ കൂടെ ആള് വേണം. പിന്നെ ഒരു ചെറിയ പ്രൊസീജിയർ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ സൈനിങ് അതോറിറ്റി വേണം. ഇതെല്ലാം ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 1 വർഷമായിട്ട് കൃത്യമായിട്ട് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് വല്ലാതെ ഒലിച്ചു കളയും. പിന്നെ നാട്ടുകാരുടെ പറച്ചിലറിയാലോ. ഇപ്പം നമ്മുടെ ഒരു പാർട്ട്ണർ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്, പക്ഷെ അയാൾ സൂസൈഡാണ് ചെയ്തത്. അതിന് കാരണക്കാരൻ നമ്മളല്ല. നമ്മളാണെങ്കിൽ പോലീസ് നമ്മളെ ഇപ്പം ഇവിടെ ഇരുത്തത്തില്ലല്ലോ, നമ്മൾ ഫർദർ ഇൻവെസ്റ്റിഗേഷനിൽ പോവും. പക്ഷെ നമ്മളല്ല, അവർ സ്വാഭാവികമായിട്ടും അവരുടെ മനോവിഷമം കൊണ്ട് എന്തോ ബുദ്ധിമുട്ട് കൊണ്ട് അവർ സൂസൈഡ് ചെയ്തു. ബട്ട് അതിനു വേണ്ടി ജനങ്ങൾ പറയുന്ന ഒരു കാരണം എന്ന് പറയുമ്പോൾ അതാണ് പറഞ്ഞത്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരു നടി എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് എന്തും പറയാനുള്ള ലൈസൻസ് ഉള്ള ഒരാളാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കുറച്ച് വിഭാഗം പറയുന്നതെന്ന് വെച്ചാൽ അത് അവൾക്ക് വേറെ ഡയറക്ടറുമായിട്ട് എന്തൊക്കെയോ വിഷയങ്ങളുണ്ടായിരുന്നു, അങ്ങനെ അത് അറിഞ്ഞിട്ട് അയാൾ പോയി തോന്നിയത്. കുറച്ച് വിഭാഗം പറയുന്നത് എന്നെ MDMA കേസിൽ പിടിച്ചു, അതുകൊണ്ട് ഇത് സംഭവിച്ചതാണ്. അങ്ങനെ എന്തെല്ലാം ന്യൂസുകൾ. ഇതൊന്നും ഞാൻ അറിഞ്ഞതോ കേട്ടതോ കണ്ടതോ അല്ലാത്ത ന്യൂസുകളാണ്. എവിടെയോ നടന്ന ഞങ്ങളുടെ ഏരിയയിൽ ആരോ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു ആർട്ടിസ്റ്റിന്റെ പേര് ഞാൻ പറയുന്നില്ല, പക്ഷെ അവർ സോഷ്യൽ മീഡിയയിലൊക്കെ ആ ന്യൂസ് വന്നതാണ്. ന്യൂസ് 24 വരെ ആ ന്യൂസ് വന്നതാണ്. പക്ഷെ ഞങ്ങളുടെ ഏരിയക്കാരി ആയതുകൊണ്ട് മാത്രം അത് ഞാനാണെന്ന് തെറ്റിദ്ധരിച്ച് അത് എൻ്റെ തലയിലോട്ട് ചാരി വെക്കാനുള്ള ശ്രമം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ, സമൂഹം ചിലപ്പോൾ ഒട്ടും മനസാക്ഷിയില്ലാതെയാണ് പെരുമാറുന്നത്. ജസ്റ്റ് ഞാനൊരു നടിയായതുകൊണ്ട് മാത്രം എനിക്ക് നേരെ ഇത്രയൊക്കെ പറയാമോ? അത് നാട്ടുകാർ തന്നെയാണ്. പക്ഷെ അതേ നാട്ടുകാർ തന്നെയാണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതും. ഇപ്പം ഈ പറഞ്ഞ പോലെ ലൈഫിൽ തുടരെയുള്ള ഒരു നഷ്ടപ്പെടലുകൾ, നമ്മൾക്ക് ഒരു വലിയ ഹാർഡ്ഷിപ്പ് ഉണ്ടാകുമ്പോൾ നമ്മൾ അവർക്ക് ഇതോടുകൂടി തീർന്നു. അതിൽ നിന്ന് കരകയറി തിരിച്ച് വരുന്നു കഴിയുമ്പോൾ ഒരാളെ നമുക്ക് കിട്ടുകയും അതുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് അവരത് പോകുന്നത്. നമുക്ക് തരണം ചെയ്യാൻ ഭയങ്കരമായിട്ടും പാടുപെടും. അപ്പം ഇതിനെയും ഈ മക്കളെയും, ഇപ്പം മക്കളെ 2 പേരെയും നോക്കണം. അവർക്ക് ഗാന്ധിയുണ്ട്, ഗാന്ധിക്ക് ആരുണ്ടെന്നുള്ളതാണ്. മക്കളുണ്ട്, ഓക്കെ, അത് അവരുടെ ഒരു ഏജ് കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ അവരുടെ നമ്മളാ പറയുന്ന 18 വയസ്സാകുമ്പോൾ അവരെവിടെയെന്നൊരു ചോദ്യമുണ്ട്. എങ്ങനെയായിരിക്കും ഫ്യൂച്ചറിനോട് ഞാൻ എന്തായിരിക്കണം, അല്ലെങ്കിൽ ഇനി എന്തെല്ലാം ആയിരിക്കണം ഞാൻ നിൽക്കണം? അതായത് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഓപ്ഷനുണ്ട്. ജീവിതം വേണ്ടെന്ന് വെക്കാനുള്ള ഓപ്ഷൻ വരെ എല്ലാവർക്കും തുറന്നു കിടക്കുകയാണ്. എനിക്ക് ആ ഓപ്ഷൻ പോലും ഇല്ല. ഞാൻ ഈ ഭൂമിയിൽ വരുത്തിച്ച 2 മക്കളെ കളഞ്ഞിട്ട് ഞാൻ എവിടെ പോകാനാ? എനിക്കൊരു സൂസൈഡൽ ഓപ്ഷൻ പോലും ഇപ്പം ശരിക്കും പറഞ്ഞാൽ ക്ലോസ്ഡാണ്. അപ്പോൾ എനിക്ക് സ്ട്രഗിൾ ചെയ്തേ പറ്റൂ. അവരെ ഒരു 18 വയസ്സ് വരെയെങ്കിലും അവരെ നോക്കേണ്ട കടമ, റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ട്. അപ്പോൾ എനിക്ക് പിടിച്ച് നിന്നേ പറ്റൂ. ആൻഡ് ലക്കിലി ഞാൻ പറയട്ടെ, എനിക്കൊരു വ്യക്തി എൻ്റെ ലൈഫിൽ വരും എന്നുള്ള ഒരു ഉറപ്പുണ്ട്. സപ്പോർട്ടിങ് മീ. അപ്പോൾ ഈ പറഞ്ഞ പോലെ സമൂഹം എനിക്ക് ചാർത്തി വെച്ചിരിക്കുന്ന കുറച്ച് പേരുകളുണ്ടല്ലോ, അപ്പം അത് അവരുടെ ഫാമിലീനെ കുറച്ച് ബോദർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണയൊക്കെ മാറുമായിരിക്കും. ഞാനെന്ന വ്യക്തിയെ അടുത്തറിയുമ്പോൾ കുറച്ച് മാറുമായിരിക്കും. പിന്നെ എൻ്റെ ഉയർച്ചകൾ കൊണ്ട് അവർക്ക് ഒരു സന്തോഷം തോന്നുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഫസ്റ്റ് മാരേജ് കഴിയുന്നത്? അതെ. സിനിമയിൽ അഭിനയം ഒരു 2 വർഷത്തേക്ക് ഞാൻ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. എനിക്കൊരു നല്ല ജോലി കിട്ടിയപ്പോൾ ആ ജോലിയോടുള്ള പാഷൻ കാരണം ഞാൻ അഭിനയം കുറച്ച് നിർത്തി വെച്ചായിരുന്നു. ആ സമയത്തായിരുന്നു കല്യാണം, ഫസ്റ്റ് മാരേജ്. ഇപ്പം അതിനുശേഷം അഭിനയിക്കുന്ന കാര്യത്തിലൊക്കെ സപ്പോർട്ടീവായിരുന്നു? ഇല്ല, ഒട്ടുമില്ലായിരുന്നു. അവർക്ക് ഈ ഒരു കോൺസെപ്റ്റേ ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ അത് അങ്ങോട്ട് ഒരു വ്യക്തി സ്വാതന്ത്ര്യം ഇല്ലാത്ത റിലേഷൻഷിപ്പായിട്ട് അത് മാറിക്കഴിഞ്ഞപ്പോഴാണ് ടോക്സിസിറ്റി നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയതും അവിടെ നിന്നാണ് വിള്ളലുകൾ ഉണ്ടാവാൻ തുടങ്ങിയതും. അങ്ങനെ മക്കള് ഇപ്പം നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്ന് വലുതാവുമ്പോൾ നമ്മളോട് ചോദിക്കും എന്തുകൊണ്ട്, വൈ എന്നൊരു ചോദ്യം നമ്മുടെ മുഖത്തു നിന്ന് ഉണ്ടാവും. അപ്പം
അങ്ങനെ ഒരു അവസ്ഥ കുഞ്ഞുങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഗാന്ധിയുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായിട്ടില്ലായിരിക്കാം. ഉണ്ടായിട്ടില്ല, ബിക്കോസ് അവർ നല്ല മെച്യൂർഡാണ്. ബിക്കോസ് എൻ്റെ മോൻ ഈ ഫസ്റ്റ് മാരേജിലുള്ള വയലൻസും എല്ലാ കാര്യങ്ങളും കണ്ടു വളർന്ന ഒരാളായതുകൊണ്ട് അവൻ തന്നെയാണ് അത് എക്സിറ്റ് ചെയ്ത് പുറത്തു വരാനും, ഞാനൊരു ലിവിങ് റിലേഷൻഷിപ്പിൽ പോകുമ്പോൾ അവൻ തന്നെയാണ് അതിനെ സപ്പോർട്ട് ചെയ്തതും. ബിക്കോസ് മമ്മി യങ്ങാണ്, എല്ലാവർക്കും ഡാഡിയുണ്ട്. ഐ നോ മൈ ഡാഡി ഈസ് നോട്ട് സോ റെസ്പോൺസിബിൾ പേഴ്സൺ. സോ എനിക്ക് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായാൽ സന്തോഷം എന്ന് അവൻ പറയുമ്പോൾ അവന് വയസ്സ് 10. ഹീ ഈസ് നൗ 15. അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ഫോട്ടോസൊക്കെ കണ്ടുകൊണ്ട് വരുന്ന കമൻസൊക്കെ ഞാനും അവനും ഒരുമിച്ചിരുന്നാണ് വായിക്കുന്നത്. ഈവൻ എൻ്റെ മോള് ഇപ്പോൾ 11 years ആയി, ഒരുമിച്ചിരുന്ന് വായിക്കും. അവൻ ചിരിച്ചങ്ങ് തള്ളും. ബിക്കോസ് ഹീ നോസ് ഞാൻ എന്ത് ചെയ്തിട്ടായാലും അവരെ പോറ്റാനും വളർത്താനും ആണെന്നുള്ള ബോധം അവർക്കുണ്ട്. അത് മമ്മിയുടെ ജോലിയാണ്. അവൻ്റെ കൂട്ടുകാരൊക്കെ 1-2 പേര് ചോദിച്ചിട്ടുണ്ട്, എടാ നിൻ്റെ മമ്മിയുടെ ഫോട്ടോസ് കണ്ട് അതാണ് ഇതാണ് അടിപൊളിയാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ അവൻ പറഞ്ഞ മറുപടിയാണ് എനിക്ക് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളത്. അത് എൻ്റെ മമ്മിയുടെ ജോലിയാണ്. മമ്മി ജോലി ചെയ്യുന്നത് കൊണ്ടാണ് ഞങ്ങൾ ആഹാരം കഴിച്ചും പഠിച്ചും ജീവിക്കുന്നത്. എൻ്റെ മമ്മിക്ക് മമ്മിയുടേതായ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്, അതിനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു മറുപടി അപ്പോൾ എനിക്ക് തോന്നി ഐ എം എ പ്രൗഡ് മദർ. വകതിരിവുള്ള ഒരു കൊച്ചിനെ ഞാൻ വളർത്തിക്കൊണ്ടുവരുവാണെന്നുള്ള ഒരു ചിന്ത. തീർച്ചയായും അത് എല്ലാവർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ മോനത് പറയണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് അനുഭവങ്ങൾ കാണുകയും, കുഞ്ഞുങ്ങളാണ് പെട്ടെന്ന് ഇവർക്ക് രജിസ്റ്റർഡ് ആവും. അപ്പോൾ അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇങ്ങനെയുമൊക്കെ ഒരു സോഷ്യലി ഉണ്ട് എന്ന് മനസ്സിലായി നമ്മളുടെ കൂടെ നിൽക്കുകയും, മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും അമ്മേനെ വിശ്വസിച്ച് പലരും പറയുന്ന കേട്ടിട്ടുണ്ട്, നാട്ടുകാരും പറയുന്ന കേട്ടിട്ട് മക്കളും പാർട്ട്ണറും വിശ്വസിക്കുന്നത്. അതിൽ നിന്നാണ് നമ്മളോട് ചോദ്യം ചോദിക്കുന്നത്. സ്റ്റണ്ട് മാസ്റ്റർ കാളി ചേച്ചിയുടെ ഇൻ്റർവ്യൂവിന് എടുക്കാൻ പോയപ്പോഴും അപ്പോൾ പിള്ളേർ രണ്ടുപേരും ചേച്ചിയോട് ഭയങ്കര രസമായിട്ടാണ് അവർ പെരുമാറുന്നത്. പലർക്കടെയും ജീവിതത്തിൽ മക്കൾ വലിയൊരു അസറ്റാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, അതായത് സമൂഹത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന സ്ത്രീകൾക്ക്, സെപ്പറേറ്റായിട്ട് ജീവിക്കുന്നവർ എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അവരാണ് ഏറ്റവും മുൻകൈ എടുക്കുന്നത്. പുരുഷന്മാരില്ല എന്നല്ല, എങ്കിൽ കൂടിയും സ്ത്രീകളാണ്. കാരണം കുഞ്ഞുങ്ങളെ ഓർത്തിട്ടാണ് പല കുടുംബങ്ങളിൽ നിന്നും കഴിയുന്നെങ്കിൽ പോലും അതേ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വളർത്താൻ വേണ്ടി ഇറങ്ങുന്ന സ്ത്രീകളുണ്ട്. തൻ്റെ ഇടമുള്ള സ്ത്രീകൾക്ക്, അതായത് തൻ്റെ ഇടം കണ്ടെത്തുന്ന സ്ത്രീകൾക്ക് എപ്പോഴും ഈ പറയുന്ന കല്ലേറ് ഉറപ്പാണ്. അതില്ലാതെ ഒരു സ്ത്രീയും കടന്നു പോകത്തില്ല. അതായത് നല്ലത് പറയുമ്പോൾ ഇച്ചിരി വേദനയോടെ, അങ്ങനെ ഇല്ലാത്ത പറയുമ്പോൾ എവിടേക്ക് ഒരു പൂത്തിരി കത്തുന്ന ഫീലാണോ. നമ്മളൊക്കെയും എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ ഡെയിലി ഒരു ചിത്രമുണ്ട്, ഒരു പെണ്ണ് വെളിയിൽ പോയിട്ട് വരുമ്പോൾ മുഴുവൻ കണ്ണുകൾ എന്നുള്ളത്. അതായത് കണ്ണല്ല, അത് മുഴുവൻ നമ്മളെക്കുറിച്ചുള്ള ഇതാണ്. ശരിക്കും ഗാന്ധിമതിയുടെ ലൈഫിൽ എനിക്കിങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ കുറേ കൂടെ ബെറ്റർ ആവുമായിരുന്നു. അല്ലെങ്കിൽ ഇപ്പം പറഞ്ഞ പോലെ ആ ഒരു ഡിവോഴ്സിൽ ആ വ്യക്തി കുറച്ചുകൂടെ നമ്മളെ പരിഗണിച്ചിരുന്നെങ്കിൽ, ഈ പറഞ്ഞ പോലെ നമുക്കൊരു വ്യക്തിത്വത്തിനെ ഹനിക്കുമ്പോഴാണ് നമുക്ക് എപ്പോഴും പ്രശ്നം വരുന്നത്, പരിഗണിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? കുറച്ചുകൂടെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യേണ്ടിയിരുന്നോ? അതോ അഡ്ജസ്റ്റ്മെൻറ്റ് ഉദ്ദേശിച്ചത് കുഞ്ഞുങ്ങൾക്കോ ഇതിനോ അല്ല, അന്ന് ഞാനൊന്ന് തിരുത്തിയിരുന്നെങ്കിൽ. കാരണം നമുക്ക് ഏജ് കൂടുന്നതോടാണ് നമുക്ക് എന്ത് വരുന്നത്, മെച്യൂരിറ്റി വരുന്നത് എന്ന് പറയപ്പെടുന്നു. അല്ല, ഞാൻ എടുത്ത തീരുമാനം ഒരിക്കലും ഞാൻ റിഗ്രറ്റ് ചെയ്തിട്ടില്ല. കാര്യം പരമാവധി അഡ്ജസ്റ്റ് ചെയ്തു. ഇനി അതിനകത്ത് ഞാൻ അതല്ലേ പറഞ്ഞ, എൻ്റെ കുട്ടി ജനിച്ച് ഒരു 30 ദിവസമായപ്പോൾ ഞാൻ ഹാങ് ചെയ്യാൻ കയറി. രണ്ടാമത്തെ കുട്ടി ജനിച്ചിട്ട് 30ാമത്തെ ദിവസമാണ് ഞാൻ ഹാങ് ചെയ്യാൻ കയറിയത്. അപ്പോൾ അത്രയ്ക്കും പറഞ്ഞ് എന്നെ അവിടം വരെ എത്തിച്ചു. അതിനു മുന്നേ ഞാൻ ആരായിരുന്നു? 15 വയസ്സ് തൊട്ട് ഞാൻ അധ്വാനിച്ച് എൻ്റെ കുടുംബം നോക്കിയ ഒരു വ്യക്തിയാണ്. അത്രയും റെസ്പോൺസിബിളായ ഒരു വ്യക്തിനെ ഒരു നിമിഷത്തിൽ ഒരു വാക്ക് കൊണ്ടാണ് അവർ ഈ ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചത്. അപ്പോൾ അങ്ങനെ തോറ്റു കൊടുക്കാനുള്ളതല്ല ജീവിതം. ഞാൻ അവിടെ തീരുമാനിച്ചതാണ്. പിന്നെ അതേപോലെ ഒരു സിറ്റുവേഷനാണ് എനിക്കൊരു 2023 ഇതുപോലെ ഒരു പ്രശ്നം വന്നപ്പോൾ വീണ്ടും ഞാൻ കുറച്ച് സ്ലീപ്പിംഗ് പിൽസൊക്കെ കഴിച്ചിട്ട് എനിക്ക് വീണ്ടും അങ്ങനെ ഒരു ടെൻഡൻസി എനിക്ക് ഉള്ളിലുണ്ട്. അപ്പോൾ അങ്ങനെ ആയപ്പോൾ അഗെയിൻ ഞാൻ ഫൈറ്റ് ബാക്ക് ചെയ്തു. ബിക്കോസ് ഈ 40 വർഷം എനിക്ക് ജീവിക്കാൻ ഊർജ്ജമായത് എൻ്റെ 10ാമത്തെ വയസ്സിൽ. ശരണ്യൊക്കെ അറിയാവുന്ന എത്ര പേര് അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. 10ാമത്തെ വയസ്സിൽ ഞങ്ങൾ 3 ദിവസം പട്ടിണി കിടന്നിട്ടുണ്ട് കുടുംബത്തോടെ. എൻ്റെ പപ്പയ്ക്ക് മഞ്ഞപ്പിത്തം ബാധിച്ച് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ആ പപ്പയ്ക്ക് വന്നുകൊണ്ട് മമ്മിക്കും ഉണ്ട്. അപ്പോൾ വീട്ടിൽ പട്ടിണിയും ദാരിദ്ര്യവുമാണ്.
3 ദിവസം ചോറൊന്നുമില്ല, ഒന്നുമില്ല, കഴിക്കാനില്ല. ആ സമയത്ത് തമിഴ്നാട്ടിൽ പൊങ്കൽ എന്നൊരു ഫെസ്റ്റിവലുണ്ട്. അപ്പോൾ ഈ ഫെസ്റ്റിവലിന് അവിടെ പരസ്പരം എല്ലാവരും ഇതൊക്കെ പലഹാരങ്ങളൊക്കെ കൊടുക്കും. അങ്ങനെ താഴത്തെ വീട്ടിലെ ആൻറ്റി വിളിച്ചിട്ട് ഇത്തിരി പലഹാരം തന്നു കഴിക്കാനായിട്ട്. ഞാനത് കഴിക്കാതെ ഇലയിൽ പൊതിഞ്ഞ് വീട്ടിലോട്ട് കൊണ്ടുവന്നു. ആൻറ്റി ഞാനത് വീട്ടിൽ പോയി കഴിക്കാമെന്ന് പറഞ്ഞു. വീട്ടിൽ വന്ന് എൻ്റെ അമ്മയ്ക്കും അച്ഛനും അത് ഓരോ പിടി കൊടുത്തിട്ട് ഞങ്ങൾ കഴിച്ചപ്പോഴാണ് ഒന്ന് ജീവൻ വന്നത്. അതുവരെ ഞങ്ങൾ ഫെയിൻ്റായി പോകുന്നുള്ള അവസ്ഥയായി. വെറും പച്ചവെള്ളം കുടിച്ച് കിടക്കുകയാണ് 3 ദിവസം. അതിന് ശേഷം നമ്മൾ പിന്നെ അമ്മ ഒരു ജോലിക്ക് പോയി, പപ്പ ഒരു ജോലിക്ക് പോയി. അവരെ അവസ്ഥ കണ്ട് മനസ്സിലായിട്ട് താഴത്തെ വീട്ടുകാർ ഒരു 2 കിലോ അരി കൊണ്ടുവന്ന് തന്നായിരുന്നു. നിങ്ങൾ കഞ്ഞിയെങ്കിലും വെച്ച് കുടിക്കും, ഒരു കൊച്ചു കിടക്കയല്ലേ, ഞങ്ങളോടൊരു വാക്ക് പറഞ്ഞുകൂടായിരുന്നോ. അത്രയ്ക്കും ഒരു ടെൻഡർ ഹാർട്ടുള്ളവരാണ് ആ നാട്ടിലെ ജനങ്ങൾ. നമ്മൾ വൃത്തിയില്ല, അത് മെനയില്ല എന്നൊക്കെ പറയുമെങ്കിലും മറ്റുള്ളവരെ കൂടെ കാണാനും ദുഃഖം കാണാനും പങ്കുകൊള്ളാനും ആ നാട്ടിലെ മനുഷ്യരെ നല്ല മനുഷ്യരാണ്. അപ്പോൾ ആ ഒരു സ്റ്റേജ് ഞാൻ ഓർത്തു. അവിടെ നിന്ന് എനിക്ക് സർവൈവ് ചെയ്ത് ഇവിടം വരെ എത്തിയത് ഇങ്ങനെ ഒരു സില്ലി റീസൺസിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു താങ്ങാൻ പറ്റാത്ത ഒരു ദുഃഖത്തിന് വേണ്ടി കളയാനുള്ളതല്ല. എന്നെക്കൊണ്ട് ഈ സൊസൈറ്റിക്ക് എന്തെങ്കിലും യൂസ്ഫുള്ളായിട്ട് കൊടുത്തിട്ട് വേണം പോകാൻ. ഗാന്ധിമതി ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഒരു അറിയിപ്പ് എനിക്ക് കൊടുത്തിട്ട് പോകണം. എന്നെ കൊണ്ടാവുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. കുറച്ചൊക്കെ എന്നെ കൊണ്ടാവുന്നത് ഞാൻ ചെയ്യുന്നുണ്ട്. ഇനിയും അങ്ങോട്ട് അങ്ങനെ തന്നെയായി. ഗാന്ധി അച്ഛൻ എന്തായിരുന്നു ജോലി? അച്ഛന് വണ്ടി ഉണ്ടായിരുന്നു, ഒരു 3-4 അംബാസിഡർ കാറും പ്രൊഡക്ഷൻ വാനൊക്കെ ഉണ്ടായിരുന്നു. സിനിമയ്ക്ക് വേണ്ടി തന്നെ അത് ഓടുമായിരുന്നു. അങ്ങനെയായിരുന്നു, പ്രൊഡക്ഷനിൽ നിന്നായിരുന്നു. ഓക്കെ. ശരിക്കും സിനിമ ചെറുതിലേ മുതൽ, അല്ലെങ്കിൽ ബൈ ബർത്ത് മുതലേ സിനിമ എന്നുള്ളത് ബ്ലഡിലുണ്ടായിട്ടും നമ്മൾ പറയും പലർക്കും സിനിമ എന്നൊരു ബന്ധം പോലും ഇല്ലാണ്ട് സിനിമയിൽ വന്ന ആളായവരുണ്ട്. എന്നാൽ സിനിമ എന്നുള്ള ബന്ധത്തിൽ ആദ്യ അവസാനം മുതൽ ജീവിച്ച് ഇപ്പോഴും ആ പ്രിവിലേജിൽ ജീവിക്കുന്നവരുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഗാന്ധിമതി പ്രിവിലേജ്ഡാണ്. കാരണം എന്താണെന്ന് അറിയുകയും എങ്ങനെയാണെന്ന് അറിയാൻ പറ്റി. അപ്പോൾ അച്ഛൻ്റെ സ്വാധീനം എപ്പോഴെങ്കിലും ഉപയോഗിച്ചിട്ടില്ല? ഒരിക്കലും ഇല്ല. ഒരിക്കലും മീൻസ് പപ്പ ഒരിക്കലും, ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് പപ്പ വർക്ക് ചെയ്യില്ല. അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു. നീ വളരുന്നത് നിൻ്റെ ടാലൻറ്റ് കൊണ്ട് മാത്രമായിരിക്കണം, അല്ലാതെ എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കൊണ്ടാവരുത് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. അത് ഇന്നേ വരെ അങ്ങനെ തന്നെയാണ്. എൻ്റെ ടാലൻറ്റ് കൊണ്ട് മാത്രമാണ് ഞാൻ നിന്ന് പോകുന്നത്. ഈ പറഞ്ഞ പോലെ നമ്മൾ തമിഴിലാണെങ്കിലും ശരി, സിനിമ ഇൻഡസ്ട്രിയിൽ സ്ത്രീകൾക്ക് പൊതുവെ പറയുന്നൊരു കാര്യമാണ് ടാലൻറ്റ്. ഇപ്പോൾ പറഞ്ഞു ടാലൻറ്റ്, ഓക്കെ, മുന്നേ പറഞ്ഞു ഗോഡ് ഫാദറും പറഞ്ഞു, ഇത് രണ്ടും പറഞ്ഞു. ടാലൻറ്റും ഗോഡ് ഫാദറും ഉണ്ടെങ്കിൽ എന്തുമാവാം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സാക്രിഫൈസ് ചെയ്യേണ്ടി വരും? സാക്രിഫൈസ് എന്നല്ലല്ലോ അതിൻ്റെ പേര്, കമോഡിറ്റി അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോൾ നിങ്ങൾ ഹേമ കമ്മിറ്റിയൊക്കെ കണ്ടില്ല എന്ന് കണ്ണടച്ചിരിക്കുമോ? ഇല്ല. ബട്ട് അത് എത്രത്തോളം ജെന്യൂനിറ്റി ഉണ്ടെന്നുള്ളതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പം ഇവിടെ ഈ ചെയറിൽ ഒരു IT ഫീൽഡിലിരിക്കുന്നവരോടോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോടോ ഒരു അഡ്വക്കേറ്റിനോടോ നിങ്ങൾ ഈ ചോദ്യം ഇത്ര ധൈര്യമായിട്ട് ചോദിക്കുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ പ്രിവിലേജ്ഡ് ആയിട്ട് ഇതിനുവേണ്ടി എഴുതി തള്ളപ്പെട്ടിരിക്കുന്നവരായതുകൊണ്ട് ചോദിക്കുമേ. ഒരാണും പെണ്ണും എവിടെ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നു അവിടെ ഈ കോൺട്രവേഴ്സീസ് ഉണ്ടാവും, ടോക്സ് ഉണ്ടാവും. അതിനെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അതിന് സിനിമ ഒരു ഇതല്ല. ഇവിടെയും അതൊക്കെ തന്നെയാണ്. അപ്രോച്ച് ചെയ്യും, വേണമെന്നുള്ളവർ പോവും, വേണ്ടാന്നുള്ളവർ വേണ്ടെന്ന് വയ്ക്കും. ഇത്രയേ ഉള്ളൂ. അല്ല, അതിലൊരു തിരുത്തുണ്ട്. ഈ ഇരിക്കുന്ന സിനിമാ മേഖലയിലുള്ളവരോട് ഈ ചോദ്യം ചോദിക്കാനുള്ള പ്രധാന കാരണം, ഈ നമ്മൾ പറയും എന്താണ് ഇതിനൊരു പേര് പറയാം, തിയേറ്ററിൻ്റെ വലിയ സ്ക്രീനിൽ കാണുന്നതിൻ്റെ, അല്ലെങ്കിൽ ആളുകൾ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണല്ലേ. എല്ലാവരും ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ അറിയപ്പെടാൻ വേണ്ടി ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. ഒരു IT ഫീൽഡിലിരിക്കുന്നവർക്കോ ഒരു ഡോക്ടർക്കോ അതിനുള്ള കഴിയണമെന്നില്ല. അദ്ദേഹം അറിയും ആ പഞ്ചായത്തിലോ കൂടി വന്ന, ഇപ്പോൾ ഒരു മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണെങ്കിൽ ആ അസുഖമായി ബന്ധപ്പെട്ട അത് അദ്ദേഹം നല്ലതാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ഇത്ര മെഡിക്കൽ കോളേജ് ഉണ്ട്, അതിൽ എല്ലാ ഹെഡുമാരെയും നമുക്കറിയാമോ? അറിയില്ല. പക്ഷെ ഒരു നടി, ഇപ്പം ഗാന്ധി, ഇപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ ഇൻ്റർവ്യൂ ഔട്ടാകുമ്പോൾ ആ ചേച്ചിയായിരുന്നു ഈ ചേച്ചി. അതായത് ഞാൻ പറഞ്ഞത് എനിക്കിപ്പോഴും വിജയുടെ ഫിലിമിൽ, അപ്പം ഞാൻ ആ ഒരു ഭയങ്കര ഇതാണ്, അതായത് വിജയിനെ കൊണ്ട് ഞാൻ ഞാൻ ആ സിനിമ കണ്ട പ്രായത്തിലേക്ക് പോയി എന്നുള്ളതാണ്. അപ്പം ഞാൻ ചിന്തിക്കുന്നതാണ്. അപ്പോൾ അതായത് നിങ്ങൾക്ക് ബിഗ് സ്ക്രീനിൽ കാണുന്ന ആ ഒരു ഇത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന കമ്മോഡിറ്റിയും അല്ലെങ്കിൽ ഈ പറയുന്ന കൊടുക്കൽ വാങ്ങലുകളും അല്ലെങ്കിൽ
ഞാൻ പറഞ്ഞതുപോലെയുള്ള സാക്രിഫൈഷനൊക്കെ നടക്കുന്നത്. പലർക്കും അത് താല്പര്യമില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലും പറയുന്നതാണല്ലോ, ഇതുണ്ടെങ്കിൽ അതുണ്ട് എന്നുള്ള രീതിയിലാണല്ലോ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ ഈ ചോദ്യം. അല്ല, അതൊരു പേട്രിയാർക്കൽ സൊസൈറ്റി ആണല്ലോ നമ്മുടെ ഇന്ത്യ തന്നെ. എന്തൊക്കെ നമ്മൾ ഈക്വാലിറ്റി ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും പേട്രിയാർക്കൽ സൊസൈറ്റിയാണ്. അപ്പം ആണുങ്ങൾ കൂടുതൽ ജോലി ചെയ്യുന്നിടത്ത് ഒരു ഡോമിനേഷൻ ഉണ്ടാവാറുണ്ട്. അത് സിനിമയിൽ കുറച്ച് കൂടുതലാണ്. ഓക്കെ, ആ ഡോമിനേഷൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം വരുന്നത്. ഒരാളെ നിർബന്ധിച്ച് ഇതിനകത്തോട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നതെന്ന് പറയുന്നത് അത് സമൂഹത്തിൻ്റെ ഒരു വീക്ക്നെസ്സാണ്, ഒരു വീക്ക് പോയിൻ്റാണ്. അത് മാറ്റപ്പെടേണ്ടതാണ്. അതിനെല്ലാവരും ശ്രമിക്കേണ്ടതുമാണ്. അല്ല, ഗാന്ധിമതി ഭയങ്കര കൂളായിട്ടും എന്നാൽ അത് പറയുന്നത് കറക്റ്റായിട്ടാണ് പറയുന്നത്. കാരണം ഇപ്പം ഞാൻ പറയുന്നത് തമിഴിലേക്ക് പോയാൽ, ഇപ്പം മലയാളത്തിലൊരു പെണ്ണ് തമിഴിലേക്ക് പോയാൽ അറിയാമല്ലോ കമൻറ്റുകളൊക്കെ വരുന്നത്. തമിഴല്ല, അന്യഭാഷാ ചിത്രങ്ങളിലേക്ക് പോയാൽ ഉടനെ പറയും ഇവിടെ ഭയങ്കര കുലസ്ത്രീയായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഇതായിട്ട് അഭിനയിച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഇറക്കം കുറയും, ഡ്രസ്സിൻ്റെ ഇറക്കം കുറയും, ഇങ്ങനെ കമൻറ്റുകളാണ്. നേരെ മറിച്ച് തമിഴിൽ നിന്നാണ് ഗാന്ധിമതി ഇങ്ങോട്ട് വന്നത്. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ഡിഫറൻസ്? എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കംഫർട്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നത് അവിടെ തന്നെയാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇവിടെ എല്ലാം ഓക്കെയാണ്, ബട്ട് കുറച്ചുകൂടി ഓപ്പണായിട്ടൊക്കെ ചോദിച്ചു കളയും. അവിടെ അങ്ങനെയല്ല. അങ്ങനെ നമുക്കൊരു ഹൈറാർക്കി ഉണ്ട്. അവർ വന്ന് നമ്മുടെ കയ്യിൽ അങ്ങനെ ഒരു മോശമായിട്ടുള്ള രീതിയിൽ ആരും സംസാരിക്കില്ല. അവിടെ പൊതുവെ അതിൻ്റെ ഒരു കൾച്ചറൽ ബെനിഫിറ്റ് ഉണ്ട്. അതായത് സ്ത്രീയോട് കുറച്ചുകൂടി ഒരു ബഹുമാനമായിട്ട് എന്നുള്ള ഒരു റെസ്പെക്ട് തന്നെ അവർ സംസാരിക്കും. ഇവിടെ നമുക്ക് എല്ലാവരും കാഷ്വലാ, മച്ചായല്ലേ, പെണ്ണായാലും ആണായാലും അതിൻ്റെ ഒരു സ്വാതന്ത്ര്യത്തിൽ അവർ ചോദിക്കുന്നതായിട്ടേ നമുക്ക് അതൊരു പോസിറ്റീവായിട്ടല്ലേ എടുക്കാൻ പറ്റും. തീർച്ചയായും. ഞാൻ അതിനെ ആസ് ആൻ ഇൻ്റർവ്യൂവർ എനിക്കത് പറയാൻ പറ്റില്ലെങ്കിൽ കൂടി നമ്മൾ സുന്ദരി ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മളോട് ഒരു താല്പര്യമുള്ള ഒരു വ്യക്തി വന്ന് ചോദിക്കുന്നു, നമുക്ക് താല്പര്യം, ഒരു അട്രാക്ഷൻ തോന്നി ചോദിക്കുന്നതാ. അതൊരു തെറ്റോ കുറ്റോ ഒന്നും അല്ലല്ലോ. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഇഷ്ടം. അല്ലെങ്കിൽ ഒരു ഡീസൻ്റ് ആയിട്ട് ഒരു നോ പറഞ്ഞു പോകാനുള്ള എല്ലാ സ്പേസും സിനിമയിലുണ്ട്. ആരും പിടിച്ചു വലിച്ച് ഇവിടെ റേപ്പ് സീനൊന്നും ഇല്ല. പണ്ടത്തെ സിനിമയിലുള്ള റേപ്പ് സീനൊന്നും ഇവിടെ ഇല്ല. നോ പറയാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ എല്ലാവർക്കും ഉണ്ട്. അല്ല, അത് നമ്മൾ ആ സബ്ജക്റ്റ് സംസാരിച്ചാൽ തന്നെ ഒരു 10 എപ്പിസോഡുള്ളത് സംസാരിക്കേണ്ടി വരും. കാരണം അതിൽ തന്നെ റേപ്പ് എന്ന് പറയുന്നത് നമ്മൾ പിടിച്ചു വലിച്ചെന്നല്ലാണ്ട് നമ്മളെ ക്രിയേറ്റ് ചെയ്യാമല്ലോ. അതായത് ഈ ചാൻസ് തരാം, അല്ലെങ്കിൽ ഇന്നതിൽ വേഷം തരാം എന്നുള്ള രീതിയിലും ഇവരെ നമ്പി നിന്നാൽ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ആവും എന്നുള്ള രീതിയിലും നിൽക്കുകയും പിന്നീട് ലാസ്റ്റ് വഞ്ചിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് ഓക്കെ. എവിടെ വഞ്ചനയുണ്ടോ അവിടെയാണ് അത് പിന്നെ അത് പരാതിയായിട്ട് മാറുന്നത്. ഇപ്പൊ സാധാരണ വ്യക്തികൾ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ എല്ലാം ബന്ധത്തിലൊക്കെ ഏർപ്പെട്ടിട്ട് പിന്നെ അത് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ വരുന്ന അതേ വഞ്ചന തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പൊ ബേസിക്കലി ഒരു പേഴ്സൺ ജെന്യൂൺ അല്ലാതാവുന്നതിന്റെ റിസൾട്ടാണത്. അപ്പൊ അത് ഇവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ആ ഒരു എഗ്രിമെന്റ് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ വന്നതെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ശിക്ഷ അർഹിക്കുന്നതാണെങ്കിൽ അത് ചെയ്യേണ്ടതുമാണ്. ഇപ്പം ഇനിയിപ്പം ഞാൻ കുറച്ച് മുന്നേ ചോദിച്ചിരുന്നു പുതിയ പ്രോജക്റ്റ് എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ പുതിയ ഇപ്പം എവിടെയെങ്കിലും പോയിട്ട് ഇന്ന ക്യാരക്ടർ ചെയ്താൽ കൊള്ളാം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ അടുത്തിടെ എനിക്ക് തോന്നുന്നു ഇപ്പം എനിക്ക് ഗാന്ധിനെ കണ്ടപ്പോഴത്തേക്കും രമ്യ എന്ന് പറഞ്ഞൊരു ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. രമ്യയുടെ ഒരു ഫേസ് ഉണ്ട്, അതായത് നേരം പിന്നെ അപ്പോൾ എനിക്കിങ്ങനെ ഫീൽ ചെയ്തിരുന്നു ഇങ്ങനെ കാണുമ്പോൾ. അതാണ് ഞാൻ ചോദിച്ചത്, ഇനി ഇന്നൊരു ക്യാരക്ടർ ചെയ്താൽ കൊള്ളാം എന്നൊക്കെ ഒരു ഫീലുണ്ടോ? എനിക്ക് കുറച്ച് ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് പിന്നെ അറ്റ്മോസ്റ്റ് കോമഡി ചെയ്യാൻ ഇഷ്ടമാണ്. ആക്ഷൻ ഓറിയൻറ്റഡ് എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് കൊച്ചിലെ തൊട്ടേ മാർഷ്യൽ ആർട്സിലെ എല്ലാ ഫോമിലും ഉണ്ട്. കരാട്ടെ, ചിലമ്പം, ബോക്സിങ്, അങ്ങനെ കുറേ മാർഷ്യൽ ആർട്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ആക്ഷൻ സീക്വൻസ് ചെയ്യാൻ ഭയങ്കര താല്പര്യമുണ്ട്. അപ്പം അങ്ങനെ ഒരു ക്യാരക്ടർ വന്നാൽ ഐ വിൽ ബി വെരി ഹാപ്പി. അതുപോലെ തന്നെ നല്ല കോമഡി ആയിട്ട് ചെയ്യാനുള്ള ഒരു ഇഷ്ടമുണ്ട്. ഇപ്പോൾ പുതിയ പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ Z5 ഒരു ഇൻവെസ്റ്റിഗേഷൻ സീരീസ് അതിനകത്ത് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനൊരു ഫാഷൻ ഡിസൈനറും കൂടിയാണല്ലോ. അപ്പോൾ Indian 2 ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. SB സതീഷ് ഞാൻ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അറ്റ്ലി സാറിൻ്റെ അല്ലു അർജുൻ, ദീപിക പടുക്കോൺ ആ പ്രോജക്റ്റിൽ
ഞാനൊരു സ്പെഷ്യൽ ഡിസൈനിങ് വിങ്ങിൽ സെയിം എസ് പി സതീഷ് ചേട്ടനെ അസോസിയേറ്റ് ചെയ്യുന്നു. വാവ്. ഓ, അപ്പൊ നമുക്കിനി ആ സിനിമ വരുമ്പോ ഇതിൽ മലയാളി നമ്മൾ എവിടെയുണ്ടോ മലയാളി അതിന് തപ്പൂല്ലോ. അതെ, ആറ്റ്ലി, ദീപിക പദുക്കോൺ, ഷാറുഖ് ഖാൻ അല്ലേ? അല്ലു അർജുൻ. ഓക്കെ. ഓ, ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. നമ്മള് എന്താണെങ്കിലും ഒരു വിദേശ ചിത്രം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അന്യഭാഷ ചിത്രം ഇവിടെ വരുമ്പോ തന്നെ മൂവി തന്നെയാണ്, നമ്മൾ നല്ല ലെവലിൽ വരുന്ന ഒരു മൂവി തന്നെയാണ്. ഒരു അന്യഭാഷ ചിത്രം വരുമ്പോൾ തന്നെ നമ്മൾ ആദ്യം തന്നെ മലയാളി ഉണ്ടോ അപ്പൊ തീർച്ചയായും ഞങ്ങളുടെ ചീഫ് എസ് ബി സതീഷ് ഉണ്ട്. എസ് ബി സതീഷ് എന്ന് പറയുമ്പോൾ അറിയാലോ, നമ്മുടെ ഗുരുവിന്റെ ഒക്കെ നാഷണൽ അവാർഡ് വിന്നർ ആയിട്ടുള്ള കോസ്റ്റ്യൂം ഡിസൈനറാണ്. പുള്ളീനെയാണ് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പം ഇങ്ങനെ ഇപ്പൊ മോഡലിംഗ് എപ്പോഴും സജീവമാണ്. അതെ. അപ്പൊ എന്താണെങ്കിലും ഇത്രയൊക്കെ ഇത് വെച്ചിട്ട് ആറ്റ്ലി സാറിനോടൊന്ന് പറയൂ, എനിക്ക് കോസ്റ്റ്യൂം മാത്രമല്ല വഴങ്ങുന്നതെന്ന്. എപ്പോഴെങ്കിലും അതിനുള്ള സിറ്റുവേഷൻ വരുവാണെങ്കിൽ നോക്കാം. നമ്മള് തീവ്രമായിട്ടൊരു ആഗ്രഹം അത് വെച്ചാൽ വരുമെന്നാണ് പൗലോ കൊയ്ലോ പറഞ്ഞത്. പക്ഷെ നമ്മൾ ആഗ്രഹിച്ച മാത്രം പോരാ, എഫേർട്ട് ഇടുന്നുണ്ട്. അപ്പൊ എഫേർട്ടിന് എന്തെങ്കിലും ഒരു റിസൾട്ട് കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ മക്കളുടെ പേര് പറഞ്ഞില്ല. മോന് പ്രാണേഷ്, മോള് സായിശ്രീ. എനിക്ക് പേര് ചോദിക്കാൻ കാരണം എനിക്ക് കുഞ്ഞിൻ്റെ ഡയലോഗ് ഭയങ്കരമായിട്ട്, അല്ലെങ്കിൽ ആ ചേർത്ത് നിർത്തൽ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം അത് അവൻ്റെ ഉള്ളിൽ നിന്നുണ്ടായതാണ്, ആ കണ്ണീര്, എൻ്റെ അമ്മ ഇനി കരയരുത് എന്നുള്ളത്. അപ്പം എന്താണെങ്കിലും പടം ഇറങ്ങിയതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. അതിനകത്ത് എന്തെങ്കിലും ഒരു റോള് കിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ, ശ്രമിക്കുന്നുണ്ട്. അപ്പൊ നടക്കും. ഓക്കെ. അപ്പൊ എന്താണെങ്കിലും കിട്ടും. കുറച്ച് നിമിഷം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നതിന് ചാനലിന്റെ പേരിൽ നന്ദി. താങ്ക് യു. നല്ലൊരു ഇന്റർവ്യൂ ആയിരുന്നു. ഒരു ബോധമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. മാക്സിമം എൻജോയ് ചെയ്തു കേട്ടോ. താങ്ക് യു സോ മച്ച്. പറഞ്ഞു അതെ, ശരി.